ഫ്രണ്ട്സ്, നമ്മുടെ കോയമ്പത്തൂർ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ICFREയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ICFRE എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് ആണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അപ്പോൾ നമുക്ക് 3-4 വർഷം വരെയൊക്കെ നമുക്ക് അത്യാവശ്യം മന്ത്ലി നമുക്ക് 30,000, 40,000, 50,000, 60,000 വരെയൊക്കെ നമുക്ക് സാലറി ലഭിക്കുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ +2 കഴിഞ്ഞത് മുതൽ നിങ്ങൾക്ക് ഡിഗ്രി, ദെൻ PG അങ്ങനെ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കും. അപ്പോൾ നമ്മുടെ വ്യൂസിനോടാണ് നമ്മുടെ ചാനൽ നമുക്ക് ഏകദേശം 58,000 കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ 1 lakhിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്തും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പാടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ, ജസ്റ്റും കാണിക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം. ICFRE നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോയമ്പത്തൂരാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 16/5/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് 3/6/2024 ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്, ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 8/6 ജൂൺ 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏജ് ലിമിറ്റിലും ഇതിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ജസ്റ്റ് എന്താണ് നോട്ടിഫിക്കേഷൻ കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണം. അതാണ് പറയുന്നത്. 3/6 അല്ല കേട്ടോ, ഇത് മാറ്റിയിട്ട് എന്താക്കി മാറ്റിയിട്ടുണ്ട്, ജൂൺ 8 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ജൂൺ 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക, എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പ്രൊജക്ട് അസോസിയേറ്റ്, അതുപോലെ സീനിയർ പ്രൊജക്ട് ഫെലോ, അതുപോലെ ജൂനിയർ റിസർച്ച് ഫെലോ, പ്രൊജക്ട് അസിസ്റ്റന്റ്, അതുപോലെ ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിവിധ പ്രൊജക്റ്റുകളുണ്ട്. ആ പ്രൊജക്റ്റിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസി കേട്ടോ. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക, എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊജക്ട് അസോസിയേറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് പ്രൊജക്ട് ടൈറ്റിലും അത് എൻ്റെ ആ ഒരു ഏതാണ് സയൻറ്റിസ്റ്റ് ആരാണെന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഈ കോളത്തിൽ നോക്കാം. ഓക്കെ, അതിൽ ഒരു വേക്കൻസിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്കിവിടെ കാണാം. ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ, ഒരുപാട് കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ, ഒക്കെ ഞാൻ പറയാം. ഓക്കെ, ഒരു ഓർഡറിൽ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾക്കൂടെ കാണാം ബയോടെക്നോളജിയോ അല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എൻസൈം ടെക്നോളജിയിലോ നിങ്ങൾക്ക് 65% മാർക്കോട് കൂടി നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, അതായത് മാസ്റ്റർ ഓഫ് സയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ 60,000 മന്ത്ലി കൺസൾട്ടേറ്റഡ് പേയ്മെൻറ്റ് ലഭിക്കുക. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. അത് പ്രൊജക്റ്റിൻ്റെ അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിയർ പ്രൊജക്ട് ഫെലോ ആണ്. ഈ സീനിയർ പ്രൊജക്ട് ഫെലോയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിശ്ചിതമായുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയുള്ളതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ, ഒരു വേക്കൻസി. അപ്പോൾ സീനിയർ പ്രൊജക്ട് ഫെലോയിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. MSc ഡിഗ്രി ഇൻ ജിയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ആൻഡ് GIS അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ ജിയോഗ്രഫി അല്ലെങ്കിൽ എർത്ത്സ് റിമോട്ട് സെൻസിങ് ആൻഡ് ജിയോ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബോട്ടണി ഫോറസ്ട്രി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു PG നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, MSc ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ് കേട്ടോ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 23,000 കൺസൾട്ടേറ്റഡ് പേയ്മെൻറ്റ് ലഭിക്കുക. 2025 വരെ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനടുത്ത് നമുക്ക് ഈ പറയുന്ന സീനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ വിവിധ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, സീനിയർ പ്രൊജക്ട് ഫെലോ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ വിവിധ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഇതിൽ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊജക്റ്റിലേക്ക്. MSc ഡിഗ്രി ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ലൈഫ് സയൻസോ അല്ലെങ്കിൽ പ്ലാന്റ് സയൻസോ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു PG ഉണ്ടായിരിക്കുക. വിത്ത് നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. 23,000 24 വരെയാണ് നിങ്ങളുടെ പ്രൊജക്ട് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക, അതായത് നിങ്ങളുടെ കാലാവധി. ഇതിനകത്ത് ചിലപ്പം പ്രൊജക്റ്റിൻ്റെ ഇതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും കേട്ടോ. അടുത്ത പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സീനിയർ പ്രൊജക്ട് ഫെലോ. ഇതിൽ നിങ്ങൾക്ക് MSc ഇൻ ബയോടെക്നോളജി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ലൈഫ് സയൻസ് അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് MSc കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 23,000 മാർച്ച് 2026 വരെയാണ് നിങ്ങൾക്ക് ടൈം ഡ്യൂറേഷൻ. അടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ജൂനിയർ പ്രൊജക്ട് ഫെലോ ആണ്. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാം. ഇതിലേക്ക് നമുക്ക് ഒരു വേക്കൻസിയാണ് MSc ഡിഗ്രി ഇൻ ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് MSc ഉള്ളവർക്ക്, മാസ്റ്റർ ഓഫ് സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്ത് ലഭിക്കും. നിങ്ങൾക്ക് 2025 വരെ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. MSc ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് MSc ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 20,000 പെർ മന്ത് നിങ്ങൾക്ക് 2025 വരെ നിങ്ങൾക്ക് ജോലി ചെയ്യാന്നുള്ളതാണ്.
ഇതിനടുത്ത് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ് ഈ പ്രൊജക്റ്റിലേക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ MSc ഡിഗ്രി ഇൻ ബോട്ടണി അല്ലെങ്കിൽ ഫോറസ്ട്രി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് ഇതിലെങ്കിലും നിങ്ങൾക്ക് MSc ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ജൂനിയർ പ്രൊജക്ട് ഫെലോയിലേക്ക് നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് വേണ്ട. എക്സ്പീരിയൻസ് വേണ്ടത് ആകെ ഈ പറഞ്ഞിരിക്കുന്ന സീനിയർ പ്രൊജക്ട് ഫെലോയിലേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിലേക്കൊന്നും എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 20,000 പെർ മന്ത് 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ വർക്ക് ചെയ്യാം. ഇതിനടുത്തത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ അടുത്ത പ്രൊജക്റ്റാണ്. ഇതിലേക്ക് നമുക്കൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫോറസ്ട്രിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിലോ അല്ലെങ്കിൽ ബോട്ടണിയിലോ MSc ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 20,000 പെർ മന്ത് നിങ്ങൾക്ക് 2025 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ വർക്ക് ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്ട് ഫെല്ലോ തന്നെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് MSc ഡിഗ്രി ഇൻ ബയോ ഇൻഫർമാറ്റിക്സോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോടെക്നോളജിയോ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്ത് 2025 വരെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും. ഇതിനടുത്ത് നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജൂനിയർ പ്രൊജക്ട് ഫെലോൻ്റെ തന്നെയാണ്. അടുത്ത പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് ബോട്ടണിയിലോ ഫോറസ്ട്രിയിലോ ബയോ കെമിസ്ട്രിയിലോ അഗ്രികൾച്ചറിലോ ബയോ ടെക്നോളജിയിലോ അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ സയൻസിലോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലോ നിങ്ങൾക്ക് എന്താണ് MSc ഉണ്ടായിരിക്കുക, മാസ്റ്റർ ഓഫ് സയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 20,000 പെർ മന്ത് നമുക്ക് 2025 വരെ ഉണ്ടായിരിക്കും അതിൻ്റെ ഡ്യൂറേഷൻ. ഇതിനടുത്ത് നമുക്ക് അടുത്ത ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ ബോട്ടണി ഓർ ഫോറസ്ട്രി ഓർ ബയോടെക്നോളജി MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ പ്ലസ് നിങ്ങൾക്ക് HR കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതിലേക്ക്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് 2025 വരെയാണ് ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു വർക്ക് ഡ്യൂറേഷൻ കേട്ടോ. ഓക്കെ. അടുത്ത് നമുക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി. അതിൽ നിങ്ങൾക്ക് ഫോറസ്ട്രിയിലോ ബോട്ടണിയിലോ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്ത് 2025 വരെയാണ് എൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അടുത്ത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രി ബോട്ടണി ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഈ പറയുന്ന ബയോ പ്രോസ്പെക്റ്റിംഗ് ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ. 20,000 പെർ മന്ത് നിങ്ങൾക്ക് 2025 വരെയാണ് പ്രൊജക്ട് ഡ്യൂറേഷൻ വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ നിങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് ഓരോ പ്രൊജക്റ്റിലേക്കാണ്. അപ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്ന ഓരോ സയൻറ്റിസ്റ്റിൻ്റെ ഇതൊക്കെ പേരൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കീഴിലായിരിക്കും നമുക്ക് വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം MSc ഡിഗ്രി ഇൻ മൈക്രോബയോളജി അല്ലെങ്കിൽ MSc ബോട്ടണി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. വിത്ത് സ്പെഷ്യലൈസേഷൻ മൈക്രോബയോളജി അല്ലെങ്കിൽ പ്ലാന്റ് പാത്തോളജി ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. MSc ബോട്ടണി ആണെങ്കിൽ ഓക്കെ. MSc ബോട്ടണി ആണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോബയോളജി അല്ലെങ്കിൽ പ്ലാന്റ് പാത്തോളജിയോ കഴിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. 20,000 പെർ മന്ത് 2025 വരെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാന്നല്ല, നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ കേട്ടോ പ്രൊജക്റ്റിൻ്റെ. ഇതിനടുത്ത് 15ാമത്തെ നമുക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ തന്നെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി. ഇപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ്. ഇത് സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട് ഇൻ സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി അല്ലെങ്കിൽ അഗ്രോണമി അല്ലെങ്കിൽ ഫോറസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ എൻവയറമെൻറ്റൽ സയൻസ്. ഇത് സ്പെഷ്യലൈസേഷനോട് നിങ്ങൾ MSc അഗ്രികൾച്ചർ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 20,000 പ്ലസ് HR ഉണ്ടായിരിക്കും അപ്ലിക്കബിൾ ആണെങ്കിൽ കേട്ടോ. അധികത്തിലേക്കും HR ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. 2025 ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്. അത്ര വരെ നിങ്ങൾക്ക് അതിൽ നിൽക്കാം. ഇതിനടുത്ത ജൂനിയർ പ്രൊജക്ട് ഫെലോയിൽ നിങ്ങൾക്ക് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് 2 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ MSc ഡിഗ്രി ഇൻ ബോട്ടണി ഓർ ഫോറസ്ട്രി ഓർ എൻവയറമെൻറ്റൽ സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. 20,000 പെർ മന്ത് 2025 ടൈം ഡ്യൂറേഷൻ കേട്ടോ. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്ട് ഫെലോ മറ്റ് 2 വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന ബോട്ടണി, ലൈഫ് സയൻസ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഹോർട്ടിക്കൾച്ചർ ഇതിൽ ഏതെങ്കിലും MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 16,000 പെർ മന്താണ്. നിങ്ങൾക്ക് സെപ്റ്റംബർ 2024 വരെയാണ് ഇനീഷ്യലി ഉണ്ടാകുക. അത് വീണ്ടും എന്താണ് 2025 സെപ്റ്റംബർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊജക്റ്റാണെന്നാണ് കണക്കാക്കുന്നത്. ഇതിനടുത്ത് മറ്റൊരു ജൂനിയർ പ്രൊജക്ട് ഫെലോയ്ക്ക് മറ്റൊരു വേക്കൻസി ഉണ്ട്. ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബോട്ടണിയിൽ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്ത് 2024 ടൈം ഡ്യൂറേഷൻ അതിൻ്റെ. ഇതിനടുത്ത് ജൂനിയർ പ്രൊജക്ട് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി ഉണ്ട്. അതായത് ബോട്ടണി ഓർ ഫോറസ്ട്രിയിൽ നിങ്ങൾ MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 22,000 പെർ മന്ത് 2027 വരെ ടൈം ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ അതിലേക്ക്. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ പ്രൊജക്റ്റിന് മറ്റൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഒരു വേക്കൻസി. ഇതിന് MSc ഡിഗ്രി ഇൻ ബയോടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 20,000 പെർ മന്ത് 2027 വരെ ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇവിടെ കാണാം MSc ഡിഗ്രി ഇൻ ജിയോ ഇൻഫർമാറ്റിക് ഓർ റിമോട്ട് സെൻസിങ് GIS അപ്ലൈഡ് ജിയോളജി ആൻഡ് ജിയോ ഇൻഫർമാറ്റിക് ജിയോഗ്രഫി എർത്ത് റിമോട്ട് സെൻസിങ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക് ടെക്നോളജി എൻവയറൺമെൻറ്റ് മാനേജ്മെൻറ്റ് ബോട്ടണി ഫോറസ്റ്റ് ഇതിൽ ഏതെങ്കിലും MSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് 20,000 പെർ മന്തും പിന്നീടുള്ള തേർഡ് ഇയറിൽ നിങ്ങൾക്ക് 23,000 പെർ മന്തും ലഭിക്കും. 2028 വരെ എന്താണ് ടൈം ഡ്യൂറേഷൻ ഉണ്ട് അതിൽ. ഓക്കെ. ഇതിനടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം BSc ഓർ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനാണ് ഈ പറഞ്ഞ ബോട്ടണി ഓർ ഫോറസ്ട്രി ഓർ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ് സയൻസിൽ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 19,000 പെർ മന്ത് 2025 വരെയാണ് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. ഇതിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2ാമത്തെ പ്രൊജക്റ്റിലേക്ക് വിളിച്ചിട്ട് ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ ഇതിലും വരുന്നത്. ഓക്കെ.
ബോട്ടണി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് സയൻസ് ആണ് 19,000 പെർ മന്ത് ചെയ്യുന്ന 2025 ഇതിനടുത്ത് നിങ്ങൾക്ക് പറയുന്ന പ്രൊജക്ട് അസിസ്റ്റൻറ്റിൽ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഫോറസ്ട്രി, അഗ്രികൾച്ചർ, ബോട്ടണി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം 19,000 2025 ഇതൊക്കെ തന്നെയാണ്. പിന്നെ വരുന്നത് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി നിങ്ങൾക്ക് ബോട്ടണി ഒരു ബയോകെമിസ്ട്രി BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം 19,000 പെർ മന്ത് 2025 പ്രൊജക്ട് ഡ്യൂറേഷൻ. ഇതിനടുത്ത് നിങ്ങൾക്ക് പ്രൊജക്ട് അസിസ്റ്റൻറ്റിൽ മറ്റൊരു വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് BSc ഡിഗ്രി ഇൻ ബോട്ടണി ഒരു ബയോകെമിസ്ട്രി ഒരു ലൈഫ് സയൻസ് ഇതിലേതെങ്കിലും കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം 19,000 2026 വരെയാണ് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, ഇതിനടുത്ത് വന്നിരിക്കുന്നത് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് 60% മാർക്കോടുകൂടി 30,000 പെർ മന്ത് ലഭിക്കും 2025 വരെയാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിനടുത്ത് വന്നിരിക്കുന്നത് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. ബയോളജിക്കൽ സയൻസിൽ നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, 19,000 പെർ മന്ത് 2025 വരെയാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിനടുത്ത് വരുന്നത് നമുക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസിയാണ് 15,000 പെർ മന്ത് 2026 പ്രൊജക്ട് ഡ്യൂറേഷൻ വരുന്നത്. ഇതിനടുത്ത് നമുക്ക് വരുന്നത് ഫീൽഡ് അസിസ്റ്റൻറ്റിന് മറ്റൊരു പ്രൊജക്റ്റിലേക്ക് ആവശ്യമുണ്ട്. അവർ ഒരു വേക്കൻസിയാണ്. ഇതിലും +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം 15,000 പെർ മന്ത് 2026 വരെയാണ് പ്രൊജക്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ചെറിയ ഡേറ്റിലൊക്കെ വ്യത്യാസം കട്ട് ഓഫ് ഡേറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിക്കാം. ഈ ഒരു പുതിയൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം. ഇതും കാണാം. ഇത് നോട്ടീസ് വന്നിരിക്കുന്നത് 22/5/2024 അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 16/5/2024 റിലീസ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ ചെറിയ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രൊജക്ട് അസോസിയേറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത്. 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ആ ഏജ് കണക്കാക്കേണ്ട ഡേറ്റ് ഇതാണ് 5/6/2024 കേട്ടോ. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് ആസ് ഓൺ എന്ന് പറയുന്നത് ഇവിടെ കാണാം. നിങ്ങൾക്ക് 5/6/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്കാണ് നിങ്ങൾക്ക് 35 കഴിയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ കയറിയാൽ ഏജ് കാൽക്കുലേറ്റർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോയിലേക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലിപ്പം പ്രൊജക്ട് അസോസിയേറ്റിലേക്ക് നിങ്ങൾക്ക് 35 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. OBC ഒക്കെ ആണെങ്കിൽ OBC NCL ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതൻ പറയുന്ന JRF ആണെങ്കിൽ നിങ്ങൾക്ക് OBC ആണെങ്കിൽ 3 വർഷം, SC/ST ആണെങ്കിൽ 5 വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. സീനിയർ പ്രൊജക്ട് ഫെലോ ആണെങ്കിൽ 32 ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ ഫീൽഡ് അസിസ്റ്റൻറ്റ് ആണെങ്കിൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഏജ് റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം June 8 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് June 8 വരെയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമുക്കൊരു ഓഫ്ലൈനായിട്ടൊരു ഫോം ഉണ്ട്. ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്തണം. ഈ പറയുന്ന സംഭവം നമുക്ക് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൻ്റെ പേരുണ്ടല്ലോ നമ്മുടെ ഇതിൽ കാണിച്ച് ഈ പ്രൊജക്റ്റിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ പേരും അത് ഏത് സയൻറ്റിസ്റ്റിൻ്റെ നേതൃത്വത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഈ കോഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇത് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ടത്. ഫോട്ടോ ഒക്കെ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതേപോലെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, AICRP2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇത് എഴുതുക. എന്നിട്ട് ആരാണത് എന്താണ് ഈ പറയുന്ന പ്രൊജക്റ്റിൻ്റെ നേതൃത്വം നയിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താ വെച്ചാൽ അത് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എഴുതാൻ നമ്മൾ അതിൻ്റെ ഫോം ഇത് ഞാനിവിടെ എന്താണ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്ത ഫോം ഞാൻ തരാം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അഡ്രസ്സ്, ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് സിഗ്നേച്ചർ ചെയ്യുക, പ്ലേസ് ഡേറ്റ് ചെയ്താൽ. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് പറയുന്നത് SSLC ബുക്കും ഡിഗ്രിയുടെ ഒക്കെ മാർക്ക് ഷീറ്റ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ഇല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മതി. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ആയിരിക്കണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ്. ഇപ്പോൾ ഞാനൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇനി അടുത്ത ഘട്ടം പറയുന്നത് നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേജ് വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ പറയുന്ന സെൻട്രൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടെ കാണാൻ പറ്റും. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഒരു ഗൂഗിൾ ഫോം ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, നമുക്കിതൊരു ഗൂഗിൾ ഫോം ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അത് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിന് മുൻപ് നിങ്ങൾക്ക് ഇത് അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത അപ്ലിക്കേഷൻ ഫോം ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഞാൻ അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാം നെയിം ഓഫ് ദ പ്രൊജക്റ്റ് എന്നുള്ളടത്ത് നിങ്ങൾ ആ പ്രൊജക്റ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ആ ഫോം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇപ്പം ഈ നമ്മളിപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ അത് അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഈ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. കാണാം റിക്രൂട്ട്മെൻറ്റ് പ്രൊജക്ട് അസോസിയേറ്റ് SPF JPF നിങ്ങൾക്കൂടെ കാണാം.
PA ഓർ FA എന്നൊക്കെ കാണാം നിങ്ങൾക്ക് കേട്ടോ. ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇതിൻ്റെ നല്ല ഷോർട്ട് ഫോമാണ്. നമ്മളിവിടെ ഇമെയിൽ ID നമ്മൾ കൊടുക്കുക, നമ്മുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ പേര്, ഫാദറിൻ്റെ പേര്, ആധാർ നമ്പർ, ദെൻ മെയിൽ ഓർ ഫീമെയിൽ ഏതായിരിക്കും നിങ്ങൾ ഇതാക്കുക, ദെൻ മാരീഡ് ആണോ അൺമാരീഡ് ആണോ സെലക്ട് ചെയ്യാം, എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അൺമാരീഡ് ആണ്, ഏതാ മാരീഡ് അൺമാരീഡ് ആണോ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത നമുക്ക് എന്താണ് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന 1/6/2024 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നമുക്ക് എത്രയാണ് ഏജ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അവിടെ ഈസി ടൂൾസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതിനു ശേഷം ഏജ് റിലാക്സേഷനുള്ള കാറ്റഗറി ആണോ അത് അല്ലെങ്കിൽ ജനറൽ ആണെങ്കിൽ അതേഴ്സ് എന്നുള്ള കൊടുക്കുക കേട്ടോ നമ്മൾ. ഓക്കെ, അല്ലെങ്കിൽ SC ST OBC ഏതായാലും നിങ്ങൾ അനുസരിച്ച് കൊടുക്കാം. PH എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡുള്ള ഉദ്യോഗാർത്ഥികളാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമുക്ക് ഏതിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫീൽഡ് അസിസ്റ്റൻ്റാണ് കൊടുക്കുന്നത്, ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് 2 വേക്കൻസിയാണ് നമുക്ക് ഫീൽഡ് അസിസ്റ്റൻറ്റ് വന്നിരിക്കുന്നത്, 2 പ്രൊജക്റ്റിലേക്കാണ്. രണ്ടിലും നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടിലും അങ്ങനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഒരു പ്രൊജക്റ്റിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഏതിലേക്കാണ് നിങ്ങൾക്ക് വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കും എത്ര പ്രൊജക്റ്റാണ് നമുക്ക് ആ ഒരു ഫീൽഡ് അസിസ്റ്റൻറ്റ് ഏതൊക്കെ പ്രൊജക്റ്റിലാണ് വേക്കൻസി ഉള്ള വെച്ചാൽ അവിടെ കാണിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നു ഞാൻ. അതിനുശേഷം ഇവിടെ പറയുന്നത് അപ്ലിക്കേഷൻ ഫോം ആൻഡ് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ടും നമ്മൾ ഫില്ല് ചെയ്ത അപ്ലിക്കേഷൻ ഫോമും നമ്മുടെ SSLC ബുക്ക്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതൊക്കെ നമ്മൾ PDF ഫോർമാറ്റിലാക്കി 10 MB കൂടാൻ പാടില്ല, 10 MB ചുരുങ്ങണം. അപ്പോൾ അതെല്ലാം ഒരു സിംഗിൾ PDF ആക്കി നിങ്ങൾ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾ പേന കൊണ്ട് ഫില്ല് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ ഒക്കെ ഒട്ടിക്കുക, സൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ സ്കാനറൊക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് അത് PDF ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളും SSLC സർട്ടിഫിക്കറ്റ് എല്ലാം PDF ആക്കി വെക്കുക. ഓക്കെ, അങ്ങനെ PDF ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു സിംഗിൾ PDF ആക്കുക. അതിന് ഏറ്റവും നല്ലൊരു ടൂളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അവിടെ കാണാം, ജസ്റ്റ് ഗൂഗിളിൽ നമ്മൾ I love PDF എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ലിങ്ക് തന്നെ വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഇതിൽ കൊടുക്കട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കത് മെർജ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇമേജ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, PDF ആക്കി മാറ്റാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. ഇപ്പോൾ ജസ്റ്റ് ഇതാ മെർജ് PDF എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ സെലക്ട് ഫയൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ആദ്യം ഓൾറെഡി സെറ്റാക്കി വെക്കണം. എന്നിട്ട് ഞാനിപ്പോൾ 2 എണ്ണം ഈ 2 PDF ഞാൻ എന്താണ് മെർജ് ചെയ്യാണ് കൊടുക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് ആദ്യം ഏതാ വേണ്ടി വെച്ചാൽ അതിനനുസരിച്ചൊക്കെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ മെർജ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്ര പണിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. ആഡ് ഫയൽ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഓപ്പൺ ആയി, ഇപ്പോൾ മെർജ് ആയത് ഇവിടെ ഓപ്പൺ ആയതാണ്. ഓക്കെ, ഞാനിപ്പം ഇതിലേക്ക് ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ മെർജ് ചെയ്ത ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്ത് നിങ്ങൾ അങ്ങനെ പോയാൽ മതി. കാരണം ഞാനിപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തത് ഫയൽ സബ്മിറ്റ് ആയി പോയാൽ നമ്മൾ വെറുതെ ഒരു അപേക്ഷ, കാരണം ഇതിൽ അപേക്ഷ ഫീസൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു അല്ലേ. അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആ ഒരു അപേക്ഷ ഫോം ഉണ്ടല്ലോ നമ്മൾ. ഓക്കെ, ഈ ഒരു അപേക്ഷ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുക ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് സ്കാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ SSLC ബുക്ക്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് വെക്കട്ടോ. നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന എന്താണ് ഗൂഗിൾ ഫോമിലേക്കാണ് നമ്മൾ എത്തുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിലൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, എത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ സെലക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ വരും. മെയിൽ വഴിയായിരിക്കും അവർ നിങ്ങളെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂവിന് നമ്മൾ പങ്കെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ. താങ്ക്